ക്രമേണ വർദ്ധിച്ചു വരും. മനസ്സിലായ? മൃഗവും അല്ല മനുഷ്യർക്ക് ക്രമേണ വെച്ചുമ്പോൾ അതിനകത്ത് നിന്നാണ് ഇതിൻ്റെ സിവിയർ ആയിട്ടുള്ള ഒരാൾ വരുന്നത്. കുറേ പേർക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നു. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ സൈക്കോളജിക്കൽ പ്രോബ്ലമുള്ള ഒരാൾ പ്രൊജക്റ്റഡ് ആകുന്നു. അതിൻ്റെ ഒരാൾ മാത്രമേ എന്തോ അയാളെ കണ്ടോ അയാളെയാണ് സൊസൈറ്റി സെപ്പറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? ഇയാൾ പ്രോബ്ലമാണ്, ഇയാളെ ശിക്ഷിക്കാൻ ജയിലും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് അതിനാണ്. നമ്മുടെ എല്ലാവരിലും ഉള്ള പ്രോബ്ലമാണ് ഏതെങ്കിലും ഒരാളിൽ ഹൈലൈറ്റഡ് ആകുന്നത്. അല്ലാണ്ട് അയാൾ മാത്രമായിട്ട് ക്രിമിനൽ ആകത്തില്ല. കുറേ പേരുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്സിലുള്ള വയലേഷൻസും കാര്യങ്ങളുമാണ് ഒരാളിൽ വന്ന് ടാർഗറ്റഡ് ആകും. ഒരു ഫാമിലിയിൽ 10 പേരുണ്ട്. ഈ 10 പേരും ഹാർമണിയിലല്ല പോകുന്നത്. 10 പേരിലുള്ള കോംപ്ലിക്കേഷൻസ് ഒരാളിൽ ഗ്രോസ് ലെവലിൽ വരും. ഇയാൾ വിക്ടിമായി. അയ്യോ, അങ്ങനെയാണ് അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. എല്ലാവരിലും പ്രശ്നമുണ്ട്. എല്ലാവരുടെയും പ്രശ്നം കുറച്ച് 1% വെച്ച് വന്നുകൊണ്ട് ഒരാളുടെ ഒരു 10% അത് 15 മതി. മനസ്സിലായ? എല്ലാവരിലും 1% പ്രോബ്ലമാണ് ഈ ഒരാളിൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ 1% എല്ലാവരിലുള്ള പ്രശ്നം ഒരാളിൽ വന്ന് ഇത് എസ്കലേറ്റ് ചെയ്ത് ഇയാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. അയാളെ സൊസൈറ്റി പിടിച്ചിട്ട് പറയും ഇയാൾ കുറ്റക്കാരനാണെന്ന് പറയും. എല്ലാവരിലുള്ള കുറ്റമാണ് കൂടി. അതുകൊണ്ടാണ് ഇവർ കുറ്റക്കാരനാക്കുന്നത്. കൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റാളുടെ പ്രോബ്ലം എൻ്റെ പ്രോബ്ലം അല്ലല്ല. ഇയാളെ കുറ്റപ്പെടുത്തണമെന്തിനാണ്? അയാളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അയാളുടെ പ്രോബ്ലം എൻ്റെ പ്രോബ്ലം ആകുന്നില്ല. ഇത് അയാളുടെ പ്രോബ്ലം എൻ്റെ പ്രോബ്ലം ആകുന്നുണ്ട്. കാരണം എന്നിലെ പ്രോബ്ലത്തിൻ്റെ തന്നെ മാനിഫെസ്റ്റേഷൻ അപ്പുറത്ത് കാണുന്നത്. എന്നിൽ 1% ഉള്ളൂ, പക്ഷെ അത് ഗ്രോസ് ലെവലിൽ അവിടെ കാണുന്നു. അപ്പം ഇയാൾ ശരിയല്ലെന്ന് പറയുന്നത്. അടുത്ത ആളും പറയുന്നത് ആൾ ശരിയല്ല. കാരണം അയാളുടെ ഒരു 1% പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആർക്കും സൊസൈറ്റിയിൽ ആർക്കും ഇയാളെ പറ്റത്തില്ല. ഇയാൾ അഗ്രസീവായി. ഇയാൾ അതിൻ്റെ ലക്ഷണം കാണിക്കുകയും ചെയ്യും. ഇയാൾ ഉടനെ അഗ്രസീവായി. കണ്ട എല്ലാവരും പറഞ്ഞത് ശരിയല്ല. അയാളെ ക്രൂശിച്ചു. അതെ മനസ്സിലായ? കാരണം എല്ലാവരുടെയും പ്രോബ്ലത്തിന് ഒരാളെ വിക്ടിമാക്കി. ഇതാർക്കും സെൽഫ് റിയലൈസേഷൻ ഇല്ല. സെൽഫ് റിയലൈസേഷനാണ് ഇതിൻ്റെ റിലാക്സേഷൻ വരുന്നത്. എൻ്റെ ഒരു പ്രോബ്ലമാണ് അവനിൽ പ്രകടമാകുന്നത്. അവിടെ എൻ്റെ പ്രോബ്ലം ഞാൻ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗോഗിൾ അജിറ്റേറ്റ് ചെയ്യുന്നതിന് ഞാൻ ഗോഗിളിനെ ടാർഗറ്റ് ചെയ്തില്ല. എൻ്റെ അജിറ്റേഷനാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്തത്. എൻ്റെ അജിറ്റേഷൻ ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നതും ഗോഗിൾ പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായി? അടുത്ത ആളുടെ അജിറ്റേഷൻ എന്നിൽ ഞാൻ കാണുന്നു. അപ്പോൾ എല്ലാം ഞാൻ എന്നിലൂടെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ തീർന്നു. ഇതാർക്കും പറ്റുന്നില്ല. കാരണം കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള സെൽഫേ ഉള്ളൂ. കമ്മ്യൂണിറ്റി സെൽഫേ ഉള്ളൂ. കോർ സെൽഫ് ഞാനായിട്ട് എന്നിൽ അനുഭവത്തെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് ഇൻഡിവിജ്വൽ സെൽഫ് ഉണ്ടാകുന്നത്. ഇത് സോഷ്യൽ സെൽഫേ ഉള്ളൂ. എല്ലാവരും സോഷ്യൽ സെൽഫില്ല ആൾക്കാരേ ഉള്ളൂ. അല്ല ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ള ഭാഗം പോലും അറിയില്ല. ഒരു ഇൻഡിവിജ്വൽ സെൽഫ് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരണം. അപ്പം ഞാൻ എന്ത് പ്രാക്ടീസ് ചെയ്യണം? അപ്പോഴാണ് എനിക്കൊരു സാധന വേണം. അപ്പോഴാണ് സാധന വരുന്നത്. അതിവിടെ എല്ലാവരും സാധന ചെയ്യുന്നുണ്ട്. എന്തിനാണ് നടക്കുന്നത് അറിയത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സാധന ചെയ്യുന്നു. ഇപ്പൊ ശ്രീകുട്ടനൊരു സാധന ചെയ്യുന്നു. എന്തിനാണ്? ശ്രീകുട്ടനെ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനയാണ്. മനസ്സിലായി? അല്ല ആരും ഒരു സാധന പറഞ്ഞു തന്നു. എന്തിനാ ഞാൻ ചെയ്യണത്? ഒരു പിടുത്തവുമില്ല. അങ്ങനെ എനിക്ക് ചില ബലഹീനതകളുണ്ട്, എനിക്ക് ചില പരിമിതികളുണ്ട്. ഈ പരിമിതികളിൽ നിന്ന് കരകയറാനാണ് ഞാനൊരു സാധന എടുക്കുന്നത്. അങ്ങനെ ഓരോ വ്യക്തിയും അവനവനായിട്ട് സാധന ചെയ്ത് അവനവന്റെ സവിശേഷതയെ തൊട്ടറിയണം. പിന്നെ ആ സവിശേഷത കൊണ്ട് സെൽഫിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോഴാണ് റിയൽ ഇൻഡിവിജ്വൽ സെൽഫ്. നമ്മളിങ്ങനെ സംസാരിച്ചാൽ ഇവരെന്താണ് എന്ന് പറയുന്നത് പബ്ലിക്കാണ്. കാരണം പബ്ലിക് എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക്കിന്റെ കണ്ടീഷനിൽ കൊണ്ടുവന്നാണ്. സ്കൂളുകളും കോളേജിൽ നിന്നൊക്കെ പറയുന്നത് അത് പബ്ലിക്കിന്റെ നിയന്ത്രണത്തിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സമൂഹത്തിൽ നീ ഇങ്ങനെയൊക്കെ നിനക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പക്ഷെ നമ്മൾ പബ്ലിക് പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ് അതതിന്റെ വഴി. അതെ, ഇൻഡിവിജ്വലി നമ്മൾ
അതെ 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 അതെ, രണ്ടും കൊണ്ടുപോകാൻ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് രാഷ്ട്രസ്നേഹം എന്തിനാണ്? പാകിസ്ഥാനെ എതിർക്കാനല്ല. രാഷ്ട്രസ്നേഹം പാകിസ്ഥാനെ എതിർക്കാനല്ല, ചൈനയുമായിട്ട് ശത്രുത ഉണ്ടാക്കാനല്ല. എൻ്റെ രാഷ്ട്രത്തിലുള്ള വിഭവങ്ങളെ ഞാൻ എത്രത്തോളം പ്രായോഗികമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, അതാണ് എൻ്റെ രാഷ്ട്രസ്നേഹം. അവിടെ അയൽവാസിയെ ഉപദ്രവിക്കാനില്ല, എൻ്റെ വീടിനോടുള്ള എൻ്റെ അയൽവാസിയോട് ഉപദ്രവിക്കാനല്ല. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് എൻ്റെ വീടിനോടുള്ള എൻ്റെ സ്നേഹം. അപ്പോൾ ആ ഭാഗം ക്ലിയർ ചെയ്താൽ മാത്രമേ അയൽവാസിയായിട്ടുള്ള ബന്ധം വരുമ്പോൾ അതും അടുത്തൊരു പ്രായോഗികമായിട്ടുള്ള ഒരു വളർച്ചയുടെ സെൽഫാണ്. അപ്പോഴാണ് നമ്മൾ സാമൂഹ്യമായിട്ടുള്ള ബന്ധത്തിൽ ക്ലിയർ ആവും. മനസ്സിലായോ? അല്ല, കാലമല്ല വരുന്നത്, ഇങ്ങനൊരു തെളിച്ചമാണ്. കാലം അങ്ങനെ തന്നെ, കാലത്തിൽ ഒരിക്കലും ക്ലാരിറ്റി ഉണ്ടാകില്ല. കാലം അങ്ങനെ തന്നെ. എന്നുവെച്ചാൽ കാലത്തെ ആശ്രയിച്ചാൽ കാലത്തിൽ എന്നും അങ്ങനെ തന്നെ. മനസ്സിലായോ? കാലം എന്നും അങ്ങനെ തന്നെ ഇരിക്കും. കാലാതീതമായിട്ടുള്ള ബോധം വരുമ്പോഴാണ്, അത് എന്നും ഉള്ളതാണ്. 10,000